എല്ലാവർക്കും സൂര്യ ഇലക്ട്രോണിക്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പപ്പയ്ക്ക് പകരം ഞാനാണ് കേട്ടോ ഒന്ന് യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്നത്. നമ്മളുടെ ഇന്നത്തെ പരിപാടി ഇലക്ട്രോണിക്സ് അല്ല, മീനെ പിടിക്കുന്നതാണ്. എന്റെ വീട്ടിലെ അക്വാറിയത്തിലെ മീനെ പിടിക്കുന്ന വീഡിയോയുമായിട്ടാണ് നമ്മൾ വന്നേക്കണത്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എന്റെ പപ്പയുടെ പേര് ഷിജു മത്തായി, എന്റെ പേര് ക്രിസ്റ്റി ഷിജു. നിങ്ങളെ ഫിഷ് ടാങ്ക് കാണിക്കാൻ പോവാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് ഈ രണ്ട് പിരാനയാണ് കേട്ടോ. ഇതൊരു പിരാന, ഒരു പിരാന. എന്റെ പപ്പ കുഞ്ഞിലെ മേടിച്ചോണ്ട് വന്ന ഒരു കുഞ്ഞായിരുന്നു മീന്. കുഞ്ഞു മീനായിരുന്നു. ഞങ്ങൾ ഈ ഫിഷ് ടാങ്കിലിട്ട് വളർത്തി വലുതാക്കിയിട്ട് ഇതൊക്കെ ഈ ഫിഷ് ടാങ്കില് വെള്ളമൊക്കെ അഴുക്കാക്കുവാണ്. അതുകൊണ്ട് ഈ പിരാന അത്യാവശ്യം വലുതായി. ഇനി വളരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങള് ഈ പിരാനയെ പിടിക്കുകയാണ്. ഇതിനെ പിടിക്കാമെന്ന് പറയുമ്പോൾ എങ്ങനെ പിടിക്കാം? ഞങ്ങൾ വ്യത്യസ്തകരമായ ഒരു രീതിയിലാണ് മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് ചൂണ്ടൻ കൊണ്ടാണ് നമ്മള് പിരാനയെ പിടിക്കാൻ പോകുന്നത്. എനിക്ക് വേട്ടയായതുകൊണ്ട് എന്റെ പപ്പയാണ് മീൻ പിടിക്കാൻ പോകുന്നത്. എന്നാൽ ഇന്ന് നമ്മള് പിള്ളേരുടെ ആഗ്രഹമൊക്കെ വെച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ചെറിയൊരു മാറ്റം വരുത്തുന്നത്. കാരണം സ്വന്തം വീട്ടിൽ വളർത്തി വലുതാക്കിയ ഒരു പിരാനനെ അത് പിള്ളേർ ആഗ്രഹമായിരുന്നു. പിന്നെ ടാങ്കൊക്കെ ആയിട്ട് ഭയങ്കര അഴുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മെയിനായിട്ട് ഇതിനെ കൊല്ലാമെന്ന് നമ്മൾ തീരുമാനിച്ചത്. പിന്നെ ഏതാണ്ട് ഏകദേശം ഒരു കിലോ അടുത്തുണ്ട് ഒരെണ്ണം. 2 കിലോ ഏതാണ്ട് 2 പിരാന ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്താണെങ്കിലും അതിനെ നമ്മൾ പിടിക്കുന്ന രീതി വളരെ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് ചൂണ്ടയിട്ട് പിടിക്കാമെന്ന് വെച്ചു. കൊഴുവ കൊണ്ടുവന്നിട്ടുണ്ട്. എത്രമാത്രം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല. നമ്മളിതിനെ ക്രിസ്ത്യനായാലും കൊഴുവൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കൊഴുവനെ നമുക്ക് ഇതിനകത്തുനിന്ന് കോത്തേക്ക് ഇച്ചിരി വലിപ്പം കൂടുതലാണ്. അത്രയും വലിപ്പം വേണ്ട. സക്സസ് ആയില്ല. ഒന്നുകൂടെ നോക്കണം. കാരണം വേറെ മീനുകളുള്ള കാരണമാണ് വിഷയം വരുന്നത്. നമ്മൾ ചൂണ്ടയിൽ പിടിച്ചത് എന്തായാലും സംഗതി ഒന്ന് പാടി. ഓസ്കാർ കുടുങ്ങിപ്പോയി 2 എണ്ണം. ഒരു ബ്ലാക്കും ഒരു വൈറ്റും കുടി കിടക്കാണ് ചൂണ്ടയിൽ. എന്നാണെങ്കിൽ നമുക്ക് ഓസ്കാറിനെ കൊല്ലാൻ പറ്റില്ല. കാരണം എന്നാലും നമ്മൾ ആ ചൂണ്ട എന്നാലും ഉയർത്താൻ പോവാണ്. വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് തെരുങ്ങി എടുക്കുക. എന്നാലും നമ്മൾ വേറെ ഓപ്ഷൻസ് ഇല്ല. അതിനെ അവിടെ നിന്ന് രക്ഷിച്ച് നമുക്ക് പറ്റുള്ളൂ. 2 ഓസ്കാറാണ്. വലുതാണ്. നല്ല ശരിക്കും വലിയ കോസ്റ്റ്ലിയാണ്. 2 ഓസ്കാർക്ക് ഇത്രയും വിലയിൽ 500-600 പുണ്യം കൊടുക്കേണ്ടി വരും. നമുക്ക് അതിനെ എന്നാലും എടുത്തിട്ട് അതിനെ റിമൂവ് ചെയ്യാം. നമ്മൾ എന്നാലും തിരിച്ച് അതിനെ ടാങ്കിലേക്ക് ഇട്ടു. എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. എന്താണെങ്കിലും നമ്മൾ ഇതിനെ പിടിക്കുന്ന രീതി കുറച്ച് ഡിഫറൻസ് ആകാൻ വേണ്ടി ചൂണ്ടകൊണ്ട് പറ്റിക്കഴിഞ്ഞ് നമ്മുടെ ഓസ്കാറിന് ഓടി കിട്ടും. പിരാനയ്ക്ക് വെച്ച കിടി ഓസ്കാറിലേക്ക് പോയി. അപ്പോൾ കൊണ്ട് ഓസ്കാറിന് നമുക്ക് കൊല്ലാൻ പറ്റാത്തത് ഇനിയൊരു പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറില്ല. നമ്മുടെ വലിയ വലയൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് പിരാനെ കൊരാൻ പറ്റി തോന്നല്ല. ഏതായാലും നമുക്ക് ട്രൈ ചെയ്യാം. നമുക്ക് വല വെച്ച് ട്രൈ ചെയ്യാം. ഓക്കെ.
വാങ്ങാട്ടോ. ഫിഷ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്ലേറ്റ് ഇട്ട് മാറ്റാം ഇത്. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഈ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ല ഡെക്കറേറ്റ് ചെയ്തേക്കണ കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് എൻ്റെ അമ്മ. സൂപ്പർ കലക്കി. ഈ സൂര്യ ഇലക്ട്രോണിക്സിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഈ ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യണം. താങ്ക് യു.